ശാന്തമായ സമുദ്രത്തിന് നടുവിൽ 10 നിലകളോളം ഉയരമുള്ള ഒരു ഭീമൻ ഇരുമ്പുകോട്ട ഒഴുകി നടക്കുന്നത് സങ്കല്പിക്കുക. 1,00,000 ടണ്ണിലധികം ഭാരമുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ ഈ കപ്പൽ ഒരു നിഗൂഢ ലോകമായി മാറുന്നു. കപ്പലിന്റെ ഡെക്കും ഇടനാഴികളും കൺട്രോൾ റൂമുകളും ഭയാനകമായ രീതിയിൽ ചുവന്ന വെളിച്ചത്തിൽ മുങ്ങുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഈ യുദ്ധക്കപ്പൽ രാത്രിയിൽ ചുവപ്പിലേക്ക് മാറുന്നത്? ഇതിനു പിന്നിൽ അമ്പരപ്പിക്കുന്ന ശാസ്ത്രം നമുക്ക് നോക്കാം. ഇവിടെയാണ് റോഡോപ്സിൻ എന്ന പ്രോട്ടീന്റെ കളി തുടങ്ങുന്നത്. നമ്മുടെ കണ്ണിന് പൂർണ്ണമായി ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ ഏകദേശം 30 മിനിറ്റ് സമയം വേണം. എന്നാൽ യുദ്ധവിമാനങ്ങൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പറന്നുയരുന്ന ഈ കപ്പലിൽ നാവികർക്ക് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. 620 നാനോമീറ്ററിന് മുകളിലുള്ള ചുവന്ന വെളിച്ചത്തോട് നമ്മുടെ കണ്ണിലെ റോഡ് കോശങ്ങൾ പ്രതികരിക്കില്ല. അതായത് ചുവന്ന വെളിച്ചത്തിൽ ജോലി ചെയ്യുമ്പോഴും നാവികന്റെ കണ്ണ് ഇരുട്ടുമായി പൊരുത്തപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരും. പെട്ടെന്ന് ഇരുട്ടിലേക്ക് നോക്കിയാലും അവർക്ക് കാഴ്ച മങ്ങില്ല. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗതയിൽ ഒരു വിമാനം ഡെക്കിലേക്ക് വന്നിറങ്ങുമ്പോൾ വെളുത്ത വെളിച്ചം ഉപയോഗിച്ചാൽ പൈലറ്റിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ഇത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ചുവന്ന വെളിച്ചം പൈലറ്റിന്റെ കാഴ്ചയെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, മീറ്റ് ബോൾ എന്നറിയപ്പെടുന്ന ലാൻഡിംഗ് ലൈറ്റുകൾ കൃത്യമായി കാണാനും സഹായിക്കുന്നു. 100 മീറ്റർ മാത്രം നീളമുള്ള ലാൻഡിംഗ് സോണിൽ കൃത്യതയോടെ വിമാനമിറക്കാൻ ഈ റെഡ് ടെക് അനിവാര്യമാണ്. സുരക്ഷാ കാരണങ്ങളാലും ഈ ചുവപ്പ് മാറ്റം അത്യാവശ്യമാണ്. കപ്പലിന്റെ ഗ്ലാസുകളിൽ വെളുത്ത വെളിച്ചം പ്രതിഫലിച്ചാൽ അത് നാവിഗേഷനെ ബാധിക്കും. കൂടാതെ ശത്രുക്കളുടെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ ദൂരെ നിന്ന് വെള്ള വെളിച്ചം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ ചുവന്ന വെളിച്ചം അത്ര ദൂരത്തേക്ക് വ്യാപിക്കില്ല. ഇത് കപ്പലിനെ ഒരു പരിധിവരെ ശത്രുക്കളുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിക്കുന്നു. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെയും കൃത്യതയുടെയും അടയാളമാണ് ഈ റെഡ് ടെക്. വെറും ഒരു വെളിച്ചം എന്നതിലുപരി ഭൗതിക ശാസ്ത്രവും യുദ്ധതന്ത്രവും ഒത്തുചേരുന്ന ഒരു അതിശയം കൂടിയാണ് ഇത്.